നമ്മുടെ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ചൊല്ലി തീർക്കുവാൻ, ആ സ്നേഹിക്കുന്ന ആ പ്രവൃത്തികളെ വർണ്ണിച്ച് തീർക്കുവാൻ നമ്മളുടെ ഒരു ആയുസ്സൊന്നും പറഞ്ഞു തീർത്താൽ, ആ ദൈവം ചെയ്യുന്ന ഓരോ നിമിഷത്തിലും നമുക്ക് ചെയ്യുന്നതായ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞു തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിന് സാധ്യമല്ല. ഹല്ലേലൂയ. അത്രമാത്രം നന്മകളാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുന്നു. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്, ദാനമാണ്. ഞാനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയോ പേര് ടൊർണാഡോയുടെ ഡിഫിക്കൽട്ടീസിൽ ഇഞ്ചോർഡ് ആയിരിക്കുമ്പോൾ, വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, എത്ര പേര് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഇന്നിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ, ഒരു നിമിഷം ശ്വാസം ദൈവം തരുന്നെങ്കിൽ, ആരോഗ്യത്തോടു കൂടി പൂർണ്ണ സൗണ്ട് മൈൻഡോടു കൂടി ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. ലോകത്തിൽ എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നാലും നമ്മൾ ശക്തിയോടുകൂടി ആരോഗ്യത്തോടു കൂടി കഴിക്കുവാൻ, നമ്മുടെ കൈകളൊന്ന് അനങ്ങി വായും കൊണ്ടൊന്നും വായിലോട്ട് കഴിക്കുവാൻ, മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻ്റ് അല്ലാതെ, സോളോ ചെയ്യുവാൻ ഡിഫിക്കൽട്ടി ഇല്ലാതെ, ശ്വാസം വിടാൻ ഡിഫിക്കൽട്ടി ഇല്ലാതെ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവ പൈതലെ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. മറ്റുള്ളതൊക്കെ ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ സ്നേഹത്തെ വർണ്ണിച്ച് തീർക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ഞാനിപ്പോൾ ഒരു ദൈവവചനം വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും വലിയതും ആദ്യത്തേതുമായ കൽപ്പന. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവപൈതലേ, ഇതിൽ വലുതായിട്ടൊരു കൽപ്പനയില്ല. ഈ ലോകത്ത് നാം ആയിരിക്കുന്നെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പൂർണ്ണ മനസ്സോടെ തന്നെ നാം സ്നേഹിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കുള്ള എല്ലാം കൊണ്ടുമാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ദാനമാണ്. ശ്വസിക്കുന്ന ഈ വായു പോലും, ഹല്ലേലൂയ സ്തോത്രം, അത് ഫ്രീ ആയിട്ട്, ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വില അറിയത്തില്ല. ഇന്ന് നമുക്ക് മെഡിക്കൽ സയൻസിൽ കൂടെയൊക്കെ അറിയാൻ സാധിക്കും ഒരു സിലിണ്ടർ ഓക്സിജൻ എത്രമാത്രം വിലയാണെന്ന്. അതിനാൽ ദൈവം തന്നിരിക്കുന്ന ദാനം, അത് ഓക്സിജൻ ഉണ്ടായിട്ട് മാത്രം പോരാ, അത് ശ്വസിക്കുവാൻ വേണ്ടി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ അത് എഫിഷ്യൻ്റ് ആക്കി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ സ്തോത്രം. അതിനാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് യേശു കർത്താവ് പറയാണ്. നമുക്കെല്ലാം യേശു കർത്താവിനെ സ്നേഹിക്കാൻ ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, നമ്മൾ നൊയമ്പെടുക്കുന്നു, നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നു. ചിലരൊക്കെ കർത്താവിൻ്റെ പ്രസൻസ് ഇഷ്ടമാണ്. അതിനാൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ മെഡിറ്റേറ്റ് ചെയ്യും. ഈ വചനം ജീവനാണ്. അതിനെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതിൽ കൂടുതൽ തീരുവാൻ, ലയിച്ച് ചേരുവാൻ തക്കവണ്ണം നാം കൂടുതൽ ടൈം ഈ വചനത്തിൽ സ്പെൻഡ് ചെയ്യും, പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ എല്ലാ അർത്ഥവും എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ചിലരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ദൈവത്തിൻ്റെ ആ നേച്ചർ എന്ന് പറയുമ്പോൾ ആ ഏത് ക്രിയേഷനെയും അതിനെ അവരെ പോലെ തന്നെ സ്നേഹിക്കും. എന്ന് വെച്ചാൽ ഈ വെതറിനെ, പ്ലാന്റ്സ്, ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന സർവ്വ സൃഷ്ടികളെയും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു റെസ്പെക്റ്റോടുകൂടി, ദൈവമാണ് അവരെയും ഉണ്ടാക്കിയത് എന്നുള്ള അതേ റെസ്പെക്റ്റോടുകൂടി അതുങ്ങളെയും സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹമെന്ന് മനസ്സിലാക്കുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ വർക്കിനെ വർഷിപ്പായിട്ട് കാണാറുണ്ട്. കാരണം വി ആർ ലൈക്ക് ഗ്ലോറിഫൈങ് ഗോഡ്സ് നെയിം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. വർക്കിനെ അതിൻ്റെ ആ ഒരു പാവനീയത്തോടുകൂടി, അതിൻ്റെ ആ ഹോളിനെസ്സിൽ ഞാൻ വർക്കിനെ കാണാറുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ ആക്കി വെച്ച ഒരു റെസ്പോൺസിബിലിറ്റി, എനിക്ക് ദൈവം തന്ന ഒരു ജോബ് എന്ന് പറയുമ്പോൾ, ദൈവം തന്നതാകുമ്പോൾ ആ ദൈവത്തെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുവാൻ, ആ ദൈവത്തെ എൻ്റെ വർക്ക് കൂടി റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുവാൻ എന്നാൽ കഴിയുന്നതും പരമാവധി I try, because I believe that work is given by God. Hallelujah. Praise God. എനിക്ക് തന്ന ആരോഗ്യം, the strength is given by God. To do that work I need strength, the muscle power, the wisdom, all that given by God. I want to glorify His name. I want to praise His name. Hallelujah. സ്തോത്രം. അതുകൊണ്ട് love your work. അങ്ങനെയാണ്. അടുത്തതായിട്ട് ഡെഡിക്കേഷൻ. നമ്മുടെ ജീവിതത്തിലുള്ള ഡെയിലി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഓരോരുത്തരുടേതായ ഒരു
ഒരു ചിന്തയാണ് ദൈവം നമ്മുടെ വർക്കുകളെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ ക്രിയേഷനെ സ്നേഹിക്കുക. യു ആർ എക്സ്റ്റെൻഡിങ് ദി ആംസ് ടു അതേഴ്സ് ഹു എവർ ഈസ് നീഡി. നമ്മൾ ഹെൽപ്പ് ചെയ്യുക മറ്റുള്ളവർക്ക്. നമ്മുടെ ആക്ഷനും കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ദിസ് ഇസ് ലൈക്ക് റിഫ്ലക്റ്റിംഗ് യു ആർ ലവിങ് ഗോഡ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ് എന്ന് ദൈവം പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം നാം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതികൂല കാറ്റടിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അവിടെ നിൽക്കാതെ നമ്മൾ ഓടിപ്പോയിട്ട് ഈ ദൈവം എവിടെ, ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ, അപ്പോൾ എൻ്റെ ദൈവം എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവം ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ? ഹല്ലേലൂയ. നാച്ചുറലായിട്ട് നമ്മൾ ചിലപ്പം ചിന്തിച്ചിരിക്കും. എന്നാൽ allow God to work in your life, work in your difficult situation. അതാണ് എനിക്ക് പറയുവാൻ വേണ്ടിയുള്ളത്. Recognize God's work in your life, God's plan. God loved you unconditionally. എന്നെ സ്നേഹിച്ചത് അൺകണ്ടീഷണലി ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അത്ര വർത്തി ആയിരുന്നില്ല ദൈവം എന്നെ സ്നേഹിക്കുവാൻ വേണ്ടി. പക്ഷേ എന്നെ സ്നേഹിക്കുവാൻ ഞാൻ വർത്തി ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ അത്ര വർത്തി അല്ല. ദൈവം എന്നെ വന്ന് സ്നേഹിക്കുവാൻ വേണ്ടി എന്നിൽ യാതൊരു ഹോളിനെസ്സും ഇല്ല. എന്നാൽ ഞാൻ ആ ഹോളിനെസ്സിൽ മറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തിയിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ അൺകണ്ടീഷണലായിട്ട് സ്വന്തം ജീവനെ തന്ന് എന്നെ സ്നേഹിച്ചുവെങ്കിൽ he has a big plan in your life. ഹല്ലേലൂയ, സ്തോത്രം. he has a better plan in your life. Whatever I plan to overcome my difficulties, that is not at all enough. അതെൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും. ഞാൻ എത്രയെല്ലാം ഇമാജിനേഷൻ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇങ്ങനെ നടത്തിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ നടക്കാമായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നതിലും വലിയ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് എൻ്റെ ജീവിതത്തിലോട്ട് ദൈവം വരുന്നത്. ഹല്ലേലൂയ, അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. സോ allow God to act in your difficult situation. അപ്പോൾ മാത്രമാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. Allow God to lead you, allow God to guide you in every difficult situation. God has a purpose in your life, God has a plan in your life. Hallelujah, സ്തോത്രം. വെറുതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പൈശാചികൻ വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും പൈശാചികൻ്റെ പ്രവൃത്തികൾ കൊണ്ടുണ്ടാകാം. എന്നാൽ ദൈവം, ഹല്ലേലൂയ, സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അടിക്കുന്ന എല്ലാ കാറ്റുകളും ദൈവം അതിനെ നന്മയ്ക്കായിട്ട് തീർക്കും. അങ്ങനെ വിശ്വസിച്ച് നോക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആ കൃപയിൽ ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ വിസ്ഡത്തിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള നോളജ്, അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു തരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ജോനായുടെ കാര്യം. ജോനി ഒരു പ്രവാചകനാണ്. ജോന ഒരു പ്രവാചകനായിരുന്നു. അപ്പോൾ ഇത്രമാത്രം ദൈവത്തോട് അടുത്ത് ജീവിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരു പ്രവാചകനെക്കാട്ടിൽ കൂടുതലും നിനവയിലെ ആൾക്കാരെയും അവിടുത്തെ മൃഗങ്ങളെ പോലും സ്നേഹിച്ച ഒരു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ജോനിയോട് ദൈവം പറഞ്ഞു നിനവയിലോട്ട് പോകുവാൻ. അപ്പോൾ ജോനിയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവം ആ സ്നേഹം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതിനാൽ അൺകണ്ടീഷണലി ദൈവം എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഞാൻ അൺകണ്ടീഷണലി ദൈവത്തെ സ്നേഹിക്കണ്ടേ? ഞാൻ ഐ ലവ് യു ലോഡ്, ഐ ലവ് യു ലോഡ്, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് ഒരു ഫ്രണ്ടായിട്ട്, ഒരു ഫ്രണ്ടിനോട് നമ്മൾ എന്തെല്ലാം വേദനകൾ ഷെയർ ചെയ്യുമോ, നമ്മുടെ വേദനകൾ, നമ്മുടെ നല്ല ജോയ്, വി ഷെയർ അവർ ജോയ് ആൻഡ് സോറോസ് ടു എ ഫ്രണ്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ട്രൈ ടു ഷെയർ യുവർ ജോയ് ആൻഡ് യുവർ ഓൾ സോറോസ് ടു എ ഫ്രണ്ട്. That is our Jesus Christ. There is no better friend in our life in this world than Jesus Christ. Hallelujah, praise God, hallelujah. എന്തെല്ലാം നമുക്ക് എങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അപ്പുറമായിട്ട് പ്രാർത്ഥന ആവശ്യമാണ്, ചർച്ചിൽ പോകുന്നത് ആവശ്യമാണ്, നെയ്ബേഴ്സിനെയും ആവശ്യമുള്ളിടത്തുള്ള എല്ലാ ആക്ഷൻസൊക്കെയും ആവശ്യമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന എൻ്റെ മൊത്തം സ്ട്രെങ്തോടുകൂടി ദൈവത്തെ, എൻ്റെ സ്നേഹം ഞാൻ റിസീവ് ചെയ്യുമ്പോൾ ആ സ്നേഹത്തെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് allow God to lead you and guide you in every situation. നമ്മുടെ നല്ല പ്രവൃത്തികളായിക്കോട്ടെ, നല്ല സാഹചര്യങ്ങളായിക്കോട്ടെ, വേദനിക്കുന്ന ദുഃഖമുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ, allow God to lead you and guide you. Hallelujah. God has a plan. Certainly He has a better plan than us. Hallelujah.
കർത്താവിൻ്റെ വലിയ വിസ്ഡത്തിൽ നമ്മൾ ആശ്രയിക്കണം. ഞാൻ എപ്പോഴും അതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ എത്ര സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവന് വേണ്ടിയതൊക്കെ ഞാൻ കൊടുക്കും. എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടമല്ലായിരിക്കും. ഞാൻ ചിന്തിച്ചു നോക്കിയാൽ ഒരു ബോൾ കളിക്കുന്ന ഒരു കുഞ്ഞ്, എനിക്കൊരിക്കലും ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ അവനത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവന് ഫുട്ബോൾ വാങ്ങിച്ചു കൊടുക്കും. ഒരുപക്ഷെ ഞാൻ അവൻ്റെ കൂടെ കളിച്ചെന്നും ഇരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അവന് ഇഷ്ടമില്ലായിരിക്കും ചിലപ്പോൾ ചെസ്സ് കളിക്കാൻ. ഞാൻ കൊണ്ടുവന്ന് അവനോട് ബാടാ ചെസ്സ് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിർബന്ധിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് പള്ളിയിൽ പോയി കാണിച്ച്, ദൈവത്തെ കാണിച്ച് ഞാൻ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവം എന്നിൽ നിന്ന് വേണ്ടാത്തതായ ആഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, വേണ്ടാത്തതായ ഒന്നും കുടിക്കുവാൻ ഞാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, വേണ്ടാത്തടത്ത് പോകുവാൻ സങ്കീർത്തനം 1 പറയുന്നത് പോലെ വേണ്ടാത്തത് നിൽക്കാതെ, വേണ്ടാത്തടത്ത് നടക്കാതെ, വേണ്ടാത്തവരുടെ കൂടി ഇരുന്ന് വേണ്ടാത്തത് പറയാതെ, വേണ്ടാത്തത് കേൾക്കാതെ, എപ്പോഴും എന്നെ ദൈവത്തിൻ്റെ ആ ഹോളിനെസ്സിൽ കീപ്പ് ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചാൽ ഞാനത് ദൈവത്തോടുള്ള സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുകയാണ്. ദൈവത്തിന് എനിക്ക് ഇഷ്ടമല്ല ഞാനത് അവിടെ പോകുന്നത്, ദൈവത്തിന് ഇഷ്ടമല്ല ഞാനത് കേൾക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഞാനത് ചെയ്യണ്ട. ഒരു പക്ഷേ ലോകത്തിന് മുമ്പിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. അത് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ദൈവം എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അവോയ്ഡ് ദോസ് സർക്കംസ്റ്റാൻസസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വെള്ളങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനാൽ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവമുണ്ടോ, ദൈവത്തിന് ഇഷ്ടമാണോ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ദൈവമേ എൻ്റെ കൂടെ ഇരിക്കണമേ, ഗോഡ് ബി വിത്ത് മീ, ഐ നീഡ് യുവർ പ്രസൻസ്. ദൈവത്തിന് പ്രസൻസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരിടത്ത് നമ്മൾ പോകത്തില്ല, അല്ലേ? അതുപോലെ തന്നെ ലോർഡ് ഐ നീഡ് യുവർ പ്രസൻസ്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ലോർഡ് ഐ നീഡ് യുവർ പ്രസൻസ്. നമ്മൾ അരമണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. നമ്മളൊരു ട്രാഷ് കളയാൻ പോകുമ്പോൾ ലോർഡ് ഐ നീഡ് യുവർ പ്രസൻസ്. അവിടെയും ഉണ്ട്, എൻ്റെ കാലൊന്ന് തെന്നി വീഴാതിരിക്കാൻ വേണ്ടി എനിക്ക് അവിടെയും വേണം. ചർച്ചിൽ പോവുകയാണ്, ലോർഡ് ഐ നീഡ് യുവർ പ്രസൻസ്, ഐ വോണ്ട് ടു വർഷിപ്പ് യു. എല്ലാത്തിലും ദൈവത്തെ നാം മുഖ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഒന്നാമതായിട്ട് പ്രസൻറ്റ് ചെയ്യുക. വർക്കിൽ പോകുമ്പോൾ ലോർഡ് ഐ നീഡ് യുവർ പ്രസൻസ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഓർക്കാത്ത കാര്യങ്ങൾ, എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഐ നീഡ് യുവർ പ്രസൻസ്, ഐ നീഡ് യുവർ ഫേവർ. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന്. എപ്പോഴും ദൈവത്തെ ഒന്നാമതായിട്ട് വെക്കുക. അങ്ങനെ വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്, വിത്ത് ഓൾ മൈ മൈൻഡ്, വിത്ത് ഓൾ മൈ സോൾ ലവ് ദ ഗോഡ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ കീപ്പ് ചെയ്യുവാൻ വേണ്ടി മേ ഗോഡ് ഹെൽപ്പ് മീ ആൻഡ് യു. പ്രൈസ്.